നമ്മൾ നോക്കാൻ പോകുന്നത് PCOS 184 ഇ-കൊമേഴ്സ് യൂണിറ്റ് 5 ഇ-പേയ്മെൻ്റ് ആണ്. ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത് എന്താണ് ഇ-പേയ്മെൻറ്റ്, നമ്മുടെ ട്രഡീഷണൽ പേയ്മെൻറ്റും ഇ-പേയ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ റെവല്യൂഷൻ എങ്ങനെയായിരുന്നു, എന്തൊക്കെ ഇ-പേയ്മെൻറ്റ് സിസ്റ്റങ്ങൾ നമ്മുടെ നിലവിൽ ഇപ്പോഴുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നൊരു ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പം ഡിഫിക്കൽട്ടായിട്ടൊന്നും ഇതിനകത്തില്ല. അപ്പം നമുക്ക് നോക്കാം എന്താണെന്നൊക്കെ. ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. നമ്മുടെ സാധാരണഗതിയിൽ നമ്മളൊരു സാധനം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ക്യാഷ് ഒന്നെങ്കിൽ നൽകും, അല്ലെങ്കിൽ ചെക്ക് നൽകുമായിരുന്നു. പക്ഷേ അതൊക്കെ ഒരുപാട് വർഷങ്ങൾ കഴിയും തോറും നമ്മുടെ ടെക്നോളജിയിൽ മാറ്റം വന്നപ്പോൾ അതൊക്കെ മാറി ഒരുപാട് മാറ്റങ്ങൾ വന്നു. നമ്മൾ ചെക്ക് കൊടുത്തിരുന്ന സ്ഥലത്ത് നമ്മൾ പിന്നെ ഡെബിറ്റ് കാർഡ് വന്നു, ATM വന്നു, ഡെബിറ്റ് കാർഡ്സ് വന്നു, ക്രെഡിറ്റ് കാർഡ്സ് വന്നു. നമ്മളത് ATM യൂസ് ചെയ്ത് തുടങ്ങി. അതിൽ നിന്ന് പിന്നീട് വന്നു മൊബൈൽ പേയ്മെൻറ്റുകൾ വന്നു, UPI വന്നു, നെറ്റ് ബാങ്കിങ് ലൈക്ക് ഇ-വാളറ്റ്സ് വന്നു. ഇപ്പം എമർജിങ് ആയിക്കൊണ്ടിരിക്കുന്ന ക്രിപ്റ്റോ കറൻസി വരെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇങ്ങനെ നമ്മുടെ പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ ഫ്രം ദ ട്രഡീഷൻ ടു പ്രസൻറ്റ് സിറ്റുവേഷൻ വരെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ക്രിപ്റ്റോ കറൻസിയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ എമർജിങ് ആയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ മറ്റ് യൂട്യൂബ് വീഡിയോസ് റെഫർ ചെയ്യണം. ബ്ലോക്ക് ചെയിൻ, ക്രിപ്റ്റോ കറൻസിൻ്റെ ബിറ്റ് കോയിനൊക്കെ പോലുള്ളതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഡിജിറ്റൽ മണിയാണ്. അത് സാധാരണഗതിയിൽ നമ്മളൊരു ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഈവൻ UPI ഉണ്ടെങ്കിൽ പോലും നമ്മളതൊരു ബാങ്കിൻ്റെ അണ്ടറിലാണ്. നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് എടുത്തതിന് ശേഷമാണ് ഇതൊക്കെ കിട്ടുന്നത്. പക്ഷേ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് അത് അണ്ടറിൽ വരുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്തിട്ട് വരുന്നതാണ്. അതിനൊരു ബാങ്കിൻ്റെ അണ്ടറിലല്ല, അതൊരു ഡിജിറ്റൽ മണിയാണ് ബിറ്റ് കോയിൻ എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ മറ്റ് യൂട്യൂബ് വീഡിയോസ് റെഫർ ചെയ്യുക. ഇതിനകത്ത് കുറച്ച് ചെറുതായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. 6th ചാപ്റ്ററിൽ കുറച്ച് കൂടുതൽ പറയുന്നുണ്ട്. അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ക്രിപ്റ്റോ കറൻസിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ സാധാ നമ്മുടെ അക്കൗണ്ടുകളൊക്കെ കാണുന്ന ലെഡ്ജറല്ല. ഇവിടെ ബ്ലോക്ക് ചെയിൻ വെച്ച് നമ്മുടെ ട്രാൻസാക്ഷൻസൊക്കെ ലെഡ്ജർ രൂപത്തിൽ അവർ ഡാറ്റാസൊക്കെ മാസ്സായിട്ടുള്ള ഡാറ്റാസൊക്കെ ബ്ലോക്ക് ചെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് പറയുന്നതാണ് DLT അഥവാ ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നിങ്ങൾ മറ്റ് യൂട്യൂബ് വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് റെഫർ ചെയ്യാം. ഓവർ ഓഫ് പേയ്മെൻറ്റ് സിസ്റ്റം ഇവിടെ പറഞ്ഞതൊക്കെ തന്നെയാണ്. പണം കൈമാറ്റം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ ഘടകങ്ങളും പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ ഭാഗമാണ്. ചെക്ക്, വയർ ട്രാൻസ്ഫറുകൾ, കാർഡുകൾ തുടങ്ങിയവെല്ലാം ഇത്തരം പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നു. ഹിസ്റ്റോറിക് പേയ്മെൻറ്റ് സിസ്റ്റമായിട്ടുള്ള നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള ചെക്ക് തൊട്ട് നമ്മുടെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ഇതൊക്കെ മാറി ഇപ്പം നമ്മൾ എവിടം വരെ എത്തിയിരിക്കുന്നു. നമ്മൾ ഇ-വാളറ്റ്, അതുപോലെ UPI പേയ്മെൻറ്റുകൾ, ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പം മീനിങ് ഓഫ് ഇ-പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇ-പേയ്മെൻറ്റ് പണമിടപാടുകൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന പണമിടപാടുകളെയാണ് ഇ-പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ രീതിയിലുള്ള ഫണ്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്നു. നമുക്കൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇ-പേയ്മെൻറ്റ് വളരെയധികം പെട്ടെന്ന് തന്നെ ഫിസിക്കലി നമുക്കൊരു ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല, പേപ്പർ വർക്കിൻ്റെ ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് UPI ആയാലും അല്ലെങ്കിൽ എന്ത് പേയ്മെൻറ്റ് സിസ്റ്റം ആയാലും നമുക്ക് പെട്ടെന്ന് നടത്താൻ പറ്റുന്നു. ഇതിൻ്റെ ഡിഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഇ-പേയ്മെൻറ്റ് ആൻഡ് കൺവെൻഷണൽ പേയ്മെൻറ്റ്. പരമ്പരാഗത പേയ്മെൻറ്റും അതുപോലെ ഇ-പേയ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. യൂസേജ് എന്ന് പറയുന്നത് ട്രഡീഷണൽ കമ്മ്യൂണിക്കേഷൻ മീഡിയമാണ്. ട്രഡീഷണൽ പേയ്മെൻറ്റിൽ ഇ-പേയ്മെൻറ്റിൽ അഡ്വാൻസ് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ, സർക്കുലേഷൻ, ഫിസിക്കൽ ക്യാഷ് സർക്കുലേഷൻ, ഡിജിറ്റൽ ഇൻഫർമേഷൻ ട്രാൻസ്മിഷൻ. ട്രഡീഷണൽ മീഡിയ റിക്വയർ ഇൻ്റർനെറ്റ് ആൻഡ് സോഫ്റ്റ്വെയർ, ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് നീഡഡ്, ഓട്ടോമേറ്റഡ് ടെക്നോളജി ഹാൻഡിൽ ട്രാൻസാക്ഷൻസ്. ഇതൊക്കെ ജസ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണിത്. അടുത്ത പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറഞ്ഞാൽ ഇ-കൊമേഴ്സ് വ്യാപാരി, ഇ-കൊമേഴ്സ് വന്നതോടുകൂടി നമുക്ക് എന്താ എക്സ്പാൻഡ് ആയതോടുകൂടി സാധാരണഗതിയിൽ നമ്മളൊരു പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ വേ എന്ന് പറഞ്ഞാൽ നമ്മൾ മണി ഫിസിക്കലി നൽകും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് നൽകും. അപ്പം നമ്മളൊരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ക്യാഷ് കൊടുക്കാനോ ചെക്ക് കൊടുക്കാനോ സാധിക്കില്ല. അപ്പം അവിടെ എന്ത് നിർബന്ധമാകുന്നു, ഈ പേയ്മെൻറ്റ്, ഇലക്ട്രോണിക് പേയ്മെൻറ്റ്, നെറ്റ് പേയ്മെൻറ്റ് നിർബന്ധമാകുന്നു. അപ്പം അതിന് വേണ്ടി, അത് സൗകര്യപ്പെടുത്തുന്നതിന് വേണ്ടി മെർച്ചൻഡൈസറും കച്ചവടക്കാരും അതുപോലെ എന്താണ് കസ്റ്റമേഴ്സും അഥവാ കസ്റ്റമേഴ്സും വ്യാപാരികളും ബാങ്കുകളും എന്നിവർക്കിടയിൽ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ഒന്നാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ. അത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സുതാര്യമായി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ. ഇത് ആർക്കൊക്കെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്, കസ്റ്റമറിനും അതുപോലെ മെർച്ചൻഡൈസറും അതുപോലെ ബാങ്കുകൾക്ക് ഇടയിൽ ഒരു ഇടനിലക്കാരനായി പണിയെടുക്കുന്ന ഒന്നാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇറ്റ് ഫെസിലിറ്റേറ്റ് സെക്യൂർ ട്രാൻസാക്ഷൻ എൻഷുറിംഗ് ഫണ്ട്സ് ആർ വിഡ്രോൺ ഫ്രം ദ കസ്റ്റമേഴ്സ് അക്കൗണ്ട് ആൻഡ് ഡെപ്പോസിറ്റ് മെർച്ചൻസ് അക്കൗണ്ട്. ഇത് ഉറപ്പ് വരുത്തുകയാണ് ട്രാൻസാക്ഷൻസൊക്കെ, ഫണ്ട്സൊക്കെ നമ്മൾ വിഡ്രോ ചെയ്യുന്നതും കസ്റ്റമറിന് ഒരു പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ സുരക്ഷിതമായി അത് വ്യാപാരിയുടെ കയ്യിലേക്ക് എത്തുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തുന്ന ഒരു സെക്യൂർ സിസ്റ്റമാണ്. ഇതൊക്കെ ഉറപ്പ് വരുന്നത് പേയ്മെൻറ്റ് ഗേറ്റ്വേയിലൂടെയാണ്. പ്രോസസ് ഓഫ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്താണ്? Key players in the online payment process include merchant, the business offering products or services. Merchant എന്നോട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ലൈക്ക് ഒന്നെങ്കിൽ ഫ്ലിപ്കാർട്ട്, അല്ലെങ്കിൽ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ പോയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ആമസോണിൽ നമ്മളൊരു സാധനം വാങ്ങുന്നു. അപ്പോൾ അവിടെ ബിസിനസ് ഓഫറിങ് പ്രൊഡക്ട്സ് ഓർ സർവീസ്, നമുക്ക് അവിടെ പ്രൊഡക്റ്റ് സർവീസ് നമ്മൾ ഓഫർ ചെയ്യുന്നു, നമ്മളത് സാധനം കസ്റ്റമറോടെ പോകുന്നു, അയാളത് സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം കാർട്ടിലേക്ക് ഇടുന്നു. ഇഷ്യൂയിങ് ബാങ്ക്, ദ കസ്റ്റമേഴ്സ് ബാങ്ക് ദാറ്റ് ഇഷ്യൂഡ് ദ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്. ദ കസ്റ്റമേഴ്സ് ബാങ്ക് ദാറ്റ് ഇഷ്യൂഡ് ദർ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് അക്വയർ ദ ബാങ്ക് ദാറ്റ് മെയിൻറ്റെയിൻസ് ദ മെർച്ചൻസ് അക്കൗണ്ട് ആൻഡ് പ്രോസസ് ട്രാൻസാക്ഷൻസ്. എന്ത് ചെയ്യുന്നു, ഇത് ഓൺലൈൻ തന്നെ ആവണമെന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് വെച്ച് നമുക്കൊരു ഫിസിക്കൽ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നടത്തുന്നത് കാർഡ് പേയ്മെൻറ്റ് നടത്തുമ്പോഴും ഇത് തന്നെയാണ് നടക്കുന്നത്. പേയ്മെൻറ്റ് ഗേറ്റ്വേ, മെർച്ചൻഡൈസർ നമുക്ക് കടയിൽ പോയി നമ്മൾ സാധനം വാങ്ങുന്നു, നമ്മൾ പേയ്മെൻറ്റ് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ യൂസ് ചെയ്യുന്നു, ബാങ്ക് അത് ട്രാൻസ്ഫർ അലോ ചെയ്യുന്നു. സെക്യൂർ ഇൻഫർമേഷൻ ത്രൂ പേയ്മെൻറ്റ് ഗേറ്റ്വേ. Securing paramount in online payments. Payments gateway employ several methods to ensure data safety, including നമ്മുടെ പേയ്മെൻറ്റുകൾ നമ്മൾ ഓൺലൈൻ നമ്മുടെ എന്താ പറയുക നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ്വേയിൽ നമ്മുടെ ഇൻഫർമേഷൻ സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയാണ് HTTP ആണ്. ഓൾ ട്രാൻസാക്ഷൻ ഒക്കെ ഓവർ HTTP കണക്ഷൻസ് ഉണ്ട്. അതുപോലെ ഡാറ്റ എൻക്രിപ്റ്റഡ് ആണ്, വളരെയധികം സുരക്ഷിതമുള്ളതാണ്. വിർച്വൽ പെയർ ഒതൻറ്റിക്കേഷൻ VPN നൽകുന്നുണ്ട്. എക്സ്ട്രാ സെക്യൂരിറ്റി വെരിഫിക്കേഷൻ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അടുത്തത് എക്സാമ്പിൾസ് ഓഫ് പേയ്മെൻറ്റ് ഗേറ്റ്വേസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെവറൽ പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഇല്ലുസ്ട്രേറ്റ് ഡൈവേഴ്സ് ഓപ്ഷൻ അവൈലബിൾ ബിസിനസ്. CCA Avenue offers mobile CDKs of easy payment integration. ബാങ്ക് ഓഫ് അമേരിക്ക, JP Morgan, അതുപോലെ ഫ്രീ ചാർജ്, ആമസോൺ പേ, ഇതൊക്കെയാണ് ഗേറ്റ്വേക്ക് എക്സാമ്പിൾസ്. Six steps regarding the functions of payment. A payment gateway is essential for e-commerce, enabling merchant to process payment securely while protecting sensitive information. Here the breakdown how typical payment gateway works. പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത് ഇ-കൊമേഴ്സിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ
പേയ്മെൻറ്റൊക്കെ ഇ ബാങ്കിങ് വഴിയൊക്കെ നടത്തുന്നതാണ്. അപ്പം അതിന് എന്താണ്, അതിന് സെക്യൂരിറ്റി നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് ഈ ഗേറ്റ് വേക്ക്. അപ്പം പേയ്മെൻറ്റ് ഗേറ്റ് വേക്ക് എന്താണ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഇൻഫർമേഷൻസ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം പേയ്മെൻറ്റ് ഗേറ്റ് വേക്കാണ്. അപ്പം അതെന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്. സ്റ്റെപ്പ് 1, കസ്റ്റമർ പ്ലേസ് ആൻ ഓർഡർ. ദ കസ്റ്റമർ സെലക്ട് പ്രൊഡക്റ്റ് ഓർ സർവീസസ് പ്രൊസീഡ് ടു ദ ചെക്കൗട്ട് പേജ്. നമ്മൾ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ പോയിട്ട്, ഒരു ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ പോയിട്ട് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വരുന്നു. ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഇൻഫർമേഷൻ നമുക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നു. ട്രാൻസാക്ഷൻ റിക്വസ്റ്റ്. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം സെൻഡ് ട്രാൻസാക്ഷൻ റിക്വസ്റ്റ് പേയ്മെൻറ്റ് ഗേറ്റ് വേ contain the payment details provide the customer. E-commerce platform send the transaction to the payment gateway containing the payment details provided by customer. അടുത്തത് സ്റ്റെപ്പ് 3, authorization request to bank. ഈ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഫോർവേഡ് ടു ട്രാൻസാക്ഷൻ റിക്വസ്റ്റ് ടു കസ്റ്റമർ ബാങ്ക് ഇഷ്യൂയിങ് ബാങ്ക് ഫോർ വെരിഫൈങ് ദ പേയ്മെൻറ്റ് മെത്തേഡ്. ഇവിടെ നമ്മുടെ കസ്റ്റമർ അവിടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അയാളുടെ കാർഡാണെങ്കിൽ ഡെബിറ്റ് കാർഡിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അത് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ത് ചെയ്യുന്നു, അത് ബാങ്കുമായിട്ട് എന്ത് ചെയ്യുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു. ബാങ്ക് ചെക്ക് ചെയ്യുന്നു കസ്റ്റമറിൻ്റെ അക്കൗണ്ടിൽ സഫീഷ്യൻറ്റ് ബാലൻസ് ഉണ്ടോ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നു. സ്റ്റെപ്പ് 4, റെസ്പോൺസ് ഫ്രം ബാങ്ക്. കസ്റ്റമറിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെ, അത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യെസ് എന്ന് വരും, അല്ലാന്നുണ്ടെങ്കിൽ നോ എന്ന് വരും. ദ കൺഫർമേഷൻ മെർച്ചൻറ്റ്. അപ്പോൺ റിസീവിംഗ് ബാങ്ക്സ് റെസ്പോൺസ് ദ പേയ്മെൻറ്റ് ഗേറ്റ്വേ കമ്മ്യൂണിക്കേറ്റ് ദ റിസൾട്ട് ഓഫ് ദ മെർച്ചൻറ്റ്. എന്ത് ചെയ്യും, ഇത് ഇവിടെ നിന്ന് എന്താണ് ബാങ്കിൽ നിന്ന് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും മെർച്ചൻ്റ് എന്താണ് വ്യാപാരിയുമായിട്ട് ആ പ്ലാറ്റ്ഫോമിൻ്റെ ആരാണത് കൺട്രോൾ ചെയ്യുന്നതിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇഫ് അപ്രൂവ്ഡ് ദ മെർച്ചൻറ്റ് പ്രോസസ് ഓർഡർ ആൻഡ് കൺഫേം ടു ദ കസ്റ്റമർ. ഇത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ, ഇത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ഓർഡർ കൺഫേം ചെയ്യും, കൺഫർമേഷൻ നടക്കും. കംപ്ലീഷൻ നോട്ടിഫിക്കേഷൻ, നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നു. അടുത്തത് ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് ഗേറ്റ്വേസ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് ഗേറ്റ്വേസ് കാറ്റർ ടു വേരിയിങ് ബിസിനസ് നീഡ്സ്. പലതരത്തിലുള്ള പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഉണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. ഹോസ്റ്റഡ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു പേജിൽ പോയിട്ട്, ഇപ്പം നമ്മളൊരു സ്ഥലത്തുനിന്ന് സാധനം വാങ്ങുവാണ്, പക്ഷേ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ മറ്റൊരു വെബ്സൈറ്റിലേക്ക് പോയിട്ട്, വേറൊരു പേജിലേക്ക് പോയിട്ട് അവിടെ നമ്മുടെ ഇൻഫർമേഷൻസ് കൊടുത്ത് അവിടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൻ്റെ പറയുന്നത് സിമ്പിൾ സെറ്റപ്പ് ആൻഡ് സെക്യൂർ ആൻഡ് സെൻസിറ്റീവ് ഡാറ്റ ഹാൻഡിൽ ബൈ ദ പ്രൊവൈഡർ. ലിമിറ്റഡ് കസ്റ്റമൈസേഷൻ കൺട്രോൾ ഓവർ ദ യൂസർ എക്സ്പീരിയൻസ്. ഇവിടെ പറയുന്നത് എളുപ്പത്തിലുള്ള സെറ്റപ്പും സുരക്ഷയും പ്രൊവൈഡർ ഡാറ്റ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ദോഷം എന്ന് പറയുന്നത് ഉപഭോക്തൃ പരിചയത്തിൻ്റെ നിയന്ത്രണം കുറവായിരിക്കും. അയാൾക്ക് നമ്മുടെ കസ്റ്റമൈസേഷൻ കുറവായിരിക്കും. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹോസ്റ്റഡ് പേയ്മെൻറ്റിന് എക്സാമ്പിളാണ് പേയ്പാലിലൊക്കെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതാണ്. വെൻ കസ്റ്റമർ മേക്സ് പർച്ചേസ് ഓൺ മെർച്ചൻറ്റ്സ് വെബ്സൈറ്റ് ആൻഡ് സെലക്ട് പേയ്പാൽ ആസ് ദ പേയ്മെൻറ്റ് മെത്തേഡ്. പേയ്പാൽ പേയ്മെൻറ്റ് മെത്തേഡായിട്ട് വരുമ്പോഴാണ് നമ്മൾ പേയ്പാലിൻ്റെ പേജിലേക്ക്, വെബ്സൈറ്റിലേക്ക് പോകേണ്ടതായിട്ട് വരും. അവിടെ നിന്ന് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അടുത്തത് സെൽഫ് ഹോസ്റ്റഡ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത് കസ്റ്റമർ എൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഓൺ ദ മെർച്ചൻറ്റിൻ്റെ വ്യാപാരിയുടെ സൈറ്റിൽ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുത്ത് അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുന്നതാണ്. ഫുൾ കൺട്രോൾ ഓവർ ദ കസ്റ്റമറിൻ്റെ എക്സ്പീരിയൻസിനായിരിക്കും ഫുൾ കൺട്രോൾ ഉണ്ടായിരിക്കുക. റിക്വയർ മോർ ടെക്നിക്കൽ സപ്പോർട്ട് ആൻഡ് മാനേജ്മെൻറ്റ്. ഇത് പറയുന്നത് വൂ കൊമേഴ്സ് പേയ്മെൻറ്റ്സ് ആണ് ഇതിന് എക്സാമ്പിൾ വന്നിട്ടുള്ളത്. വേർഡ് പ്രസ്സിലൊക്കെയുള്ള വൂ കൊമേഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്ലഗിനാണ്. അടുത്തത് API ഹോസ്റ്റഡ് പേയ്മെൻറ്റ് ഗേറ്റ്വേ. യൂസ് API ടു പ്രോസസ് പേയ്മെൻറ്റ് ഡയറക്ട്ലി ഓൺ ദ മെർച്ചൻറ്റ് വെബ്സൈറ്റ്. ഹൈ ലെവൽ കസ്റ്റമൈസേഷൻ ഇൻ്റഗ്രേഷൻ കേപ്പബിലിറ്റീസ്. മെർച്ചൻറ്റ് ബിയർ റെസ്പോൺസിബിൾ ഫോർ PCI കംപ്ലയൻസ് ആൻഡ് സെക്യൂരിറ്റി. അടുത്തെന്ന് പറയുന്നത് API ഉപയോഗിച്ച് വ്യാപാരിയുടെ വെബ്സൈറ്റിൽ നേരിട്ട് പേയ്മെൻറ്റുകൾ പ്രോസസ്സ് ചെയ്യുന്നത് എന്നാണ്. നമ്മൾ ആ വെബ്സൈറ്റിൽ തന്നെ ഇതാണ് നമ്മൾ ഡയറക്റ്റ്ലി ആ ഒരു പേജിൽ തന്നെ നിന്നുകൊണ്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്.
ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്ട്രൈപ്പാണ്. Stripe developers can integrate its API directly into website or mobile app, allowing customer to make payment without leaving the platform. നമ്മൾ ആ പ്ലാറ്റ്ഫോം വിടാതെ അവിടെ നിന്ന് തന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒരുക്കുകയാണ്. അടുത്തത് ലോക്കൽ ബാങ്ക് ഇൻറ്റഗ്രേഷൻ ഗേറ്റ്വേ റീഡയറക്റ്റ് കസ്റ്റമർ ടു ബാങ്ക്സ് വെബ്സൈറ്റ് ഫോർ പേയ്മെൻറ്റ് പ്രോസസ്സ്. ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് പ്രോസസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ബാങ്കിൻ്റെ വെബ്സൈറ്റിലേക്ക് പോയിട്ട് അവിടുന്ന് പേയ്മെൻറ്റ് നടത്തുകയാണ്. ടൈപ്സ് ഓഫ് പേയ്മെൻറ്റ് മെത്തേഡ്സ്. പേയ്മെൻറ്റ് മെത്തേഡ്സ് ക്യാൻ വെയർലി വൈഡ്ലി ഓഫറിംഗ് ഫ്ലെക്സിബിൾ ഫോർ ബോത്ത് മെർച്ചൻ്റ് ആൻഡ് കസ്റ്റമേഴ്സ്. ഈ പേയ്മെൻറ്റ് മെത്തേഡ് പലതരത്തിലുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ്സ് നമുക്ക് വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ളതാണ്. നമുക്കറിയുന്നത് തന്നെയാണ് ഈ വോളറ്റ് അഥവാ പേയ്പാൽ, ഗൂഗിൾ പേ ഓക്കെ. മൊബൈൽ പേയ്മെൻറ്റ് മെയ്ഡ് വിയ മൊബൈൽ ഡിവൈസസ് യൂസിങ് ഓർ NFC ടെക്നോളജീസ്. ക്രിപ്റ്റോ കറൻസീസ്, ഡിജിറ്റൽ കറൻസി ലൈക്ക് ബിറ്റ് കോയിൻ യൂസ്ഡ് ഫോർ ഓൺലൈൻ. ഇത് ഇപ്പം എമർജിങ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒന്നാണ് ബിറ്റ് കോയിൻ, ഡിജിറ്റൽ കറൻസി, ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ പറയുന്നത്. ഡയറക്റ്റ് ഡെബിറ്റ് കാർഡ് ആൻഡ് ഇ ചെക്സ് ഇതൊക്കെയാണ്. അടുത്ത ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിപ്റ്റോ കറൻസി ഇൻക്രീസിംഗ് പോപ്പുലർ ആസ് പേയ്മെൻറ്റ് മെത്തേഡ് ഫോർ ഓൺലൈൻ ട്രാൻസാക്ഷൻ എസ്പെഷ്യലി അമംഗ് ടെക്കി സർവി യങ് പ്രൊഫഷണൽസ്. ദ ഡീസെൻട്രലൈസേഷൻ നേച്ചർ ആൻഡ് പൊട്ടൻഷ്യൽ ഫോർ ലോവർ ട്രാൻസാക്ഷൻ ഫീസ് അപ്പീൽ ടു യൂസേഴ്സ് ടു സീക്ക് ഓൾട്ടർനേറ്റീവ് ട്രഡീഷണൽ ബാങ്കിങ് സിസ്റ്റം. ക്രിപ്റ്റോ കറൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡിജിറ്റൽ കറൻസിയാണ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡീസെൻട്രലൈസേഷൻ നേച്ചറാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഇപ്പം നമ്മുടെ യൂത്തിൻ്റെ ഇടയിൽ ഏറ്റവും സ്വീകാര്യമായ ഒന്നാണ്. ഏറ്റവും കൂടുതൽ എമർജിങ് ആയിട്ടുള്ള ഏറ്റവും ട്രെൻഡ് ആയിട്ടുള്ള ഒന്നാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. അപ്പം ഇത് ഡിജിറ്റൽ കറൻസിയാണ്. മാത്രമല്ല ഇത് ഡീസെൻട്രലൈസേഷനാണ്. ഇതിൻ്റെ ഡീസെൻട്രലൈസേഷൻ നേച്ചറാണ്. അതുപോലെ ട്രാൻസാക്ഷൻസ് ഫീസൊന്നും വേണ്ട. അപ്പം ഫീസൊക്കെ കുറവാണ്. നമ്മൾ ബാങ്ക് വെച്ച് ചെയ്യുന്ന പേയ്മെൻറ്റ്സിനൊക്കെ നമ്മളൊരു പേയ്മെൻറ്റ് നമ്മളെടുക്കുന്ന ഒരു കാര്യത്തിന് ഫീസ് ഈടാക്കുന്നുണ്ട്. പക്ഷേ ഇതിന് അങ്ങനെ കാര്യമായ ഫീസില്ല. അതുമാത്രമല്ല ഇതൊരു ബാങ്കിൻ്റെ അണ്ടറിലല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഡിജിറ്റൽ കറൻസി ആയതുകൊണ്ട് തന്നെ ഇതൊരു ബാങ്കിൻ്റെ അണ്ടറിലല്ല. ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്ന ബ്ലോക്ക് ചെയിൻ വഴിയാണ്. അപ്പം ബ്ലോക്ക് ചെയിൻ്റെ അണ്ടറിലാണ് വരുന്നത്. മാത്രമല്ല നമുക്ക് എത്ര വേണമെങ്കിലും മണി നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. അതുമല്ല മാത്രമല്ല ഒരുപാട് വലിയ ട്രാൻസാക്ഷൻസ് നടത്താം. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ ക്രിപ്റ്റോ കറൻസിക്ക് ഉണ്ട്. നമുക്ക് വേണമെങ്കിലൊന്ന് വേറെ യൂട്യൂബ് വീഡിയോസ് വേണമെങ്കിൽ റെഫർ ചെയ്യാം. അടുത്തത് റിക്വയർമെൻറ്റ്സ് മെട്രിക്സ് ഓഫ് പേയ്മെൻറ്റ് സിസ്റ്റം. ഇവിടെ പറയുന്നത് പേയ്മെൻറ്റ് സിസ്റ്റം മെച്ചപ്പെടുത്താൻ വേണ്ട പ്രധാന മാനദണ്ഡങ്ങളാണ്. ഫസ്റ്റ് വൺ സെക്യൂരിറ്റി. ഡെഫിനറ്റ്ലി നമ്മുടെ പേയ്മെൻറ്റ് സിസ്റ്റത്തിന് സെക്യൂർഡ് ആയിരിക്കണം. ദ പേയ്മെൻറ്റ് ഉപഭോക്താക്കളുടെ വ്യക്തിപരമായ സാമ്പത്തികമായ വിവരങ്ങൾ രഹസ്യം നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ അതിൻ്റെ യൂസേഴ്സിൻ്റെ പേഴ്സണൽ ആൻഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ത് ചെയ്യണം? കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതൊരിക്കലും അത് ലീക്ക് ആവാൻ പാടില്ല. അത് സുരക്ഷിതമുള്ളതായിരിക്കണം. യൂസർ എക്സ്പീരിയൻസ് ലളിതവും എളുപ്പമുള്ള ഇൻ്റർഫേസ് ആയിരിക്കണം. യൂസേഴ്സിന് സൗകര്യപ്രദമായതായിരിക്കണം. അതുപോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം. ഫങ്ഷണാലിറ്റി പേയ്മെൻറ്റ് സിസ്റ്റത്തിലെ എല്ലാ സവിശേഷതകളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നത് ഉറപ്പുവരുത്തുന്ന ഫങ്ഷണൽ ടെസ്റ്റിംഗ് ഉണ്ടായിരിക്കണം. പെർഫോമൻസ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻസ് അതിൻ്റെ കറക്റ്റ് ടൈമിൽ അത് പ്രവർത്തിക്കണം. അല്ല ഒരുപാട് ഡിലേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് സ്വീകാര്യമല്ല. അപ്പം കറക്റ്റായിട്ടത്
എന്താണ് പെർഫോമൻസ് ടെസ്റ്റിംഗ്, ഇവാലുവേഷൻ, ആപ്ലിക്കേഷൻ റെസ്പോൺസ് ടൈം ആൻഡ് ഓവറോൾ സിസ്റ്റം robustness under various conditions. This includes load and stress testing to ensure reliability. ഇത് പെട്ടെന്ന് ലോഡ് ആവുകയും പെട്ടെന്ന് തന്നെ ഓപ്പൺ ആവുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു പെർഫോമൻസ് ഇത് കാഴ്ചവെക്കണം. ഡാറ്റ ഇൻറ്റഗ്രിറ്റി, പേയ്മെൻറ്റ് ഡാറ്റയുടെ എന്താണ് ഇൻറ്റഗ്രിറ്റി, സുരക്ഷിതത്വം അതിൻ്റെ അതുപോലെ എന്താണ് പേയ്മെൻറ്റ് സിസ്റ്റം മസ്റ്റ് ബി ഇംപ്ലിമെൻറ്റ് മെഷർ ടു സേഫ് ഗാർഡ് ആൻഡ് ട്രാൻസാക്ഷൻ ഡാറ്റ. ഡാറ്റാസ് എന്തായിരിക്കണം, എന്ന് പറയുന്നത് നമ്മൾ സംരക്ഷിച്ചിട്ടുണ്ടായിരിക്കണം, അതിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൽ ബ്രീച്ചസ് വന്നു കഴിഞ്ഞാൽ ക്യാൻ ഹാവ് സീരിയസ് റിപ്രക്ഷൻസ്, സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും അതിൻ്റെ ബ്രീച്ച് വരാൻ പാടില്ല ഡാറ്റാസിൽ, ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അടുത്ത മെറിറ്റ് ഓഫ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം, ഗ്ലോബൽ റീച്ച്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ബിസിനസ് നമുക്ക് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് വേൾഡിൽ നിന്ന് നമ്മളൊരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുമ്പോൾ അത് വേൾഡിൽ എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ബിസിനസ്സിനൊരു ഗ്ലോബൽ റീച്ച് കിട്ടും. ഗ്ലോബൽ റീച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും ഇ പേയ്മെൻറ്റ് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരിക്കലും എന്താണ് ഇ പേയ്മെൻറ്റ് ഉള്ളപ്പോൾ മാത്രമാണ് നമ്മുടെ എന്താണ് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് എക്സ്പാൻഡ് ചെയ്യാനും, ഇ കൊമേഴ്സ് എന്ന വെബ്സൈറ്റ് തന്നെ ഉണ്ടാവുക അവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇ പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കണം. അപ്പം അതിന് ഗ്ലോബൽ റീച്ച് കിട്ടും. എഫിഷ്യൻറ്റ് ട്രാൻസാക്ഷൻ ക്യാൻ ബി കംപ്ലീറ്റഡ് ഇൻ എ സെക്കൻഡ്സ്, എൻഹാൻസിങ് ദ ഓവറോൾ ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കൺവീനിയൻസ്, കസ്റ്റമർ ക്യാൻ മേക്ക് പേയ്മെൻറ്റ് എനി ടൈം എനിവർ. എവിടെ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യാം. കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആയിരിക്കും. എക്സ്പെൻസ് മാനേജ്മെൻറ്റ്, അവരുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പെട്ടെന്ന് തന്നെ അവർക്ക് യൂസേഴ്സിന് ട്രാക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് ഈസി ഇൻറ്റഗ്രേഷൻ, നോട്ട് ടെക്നിക്കൽ യൂസേഴ്സ് ക്യാൻ ബി സെറ്റപ്പ് എ പേയ്മെൻറ്റ് സിസ്റ്റം ക്വിക്ക്ലി ഓൺ ദർ വെബ്സൈറ്റ്സ്. സെക്യൂർ ഫീച്ചേഴ്സ് ആണ്. അടുത്തത് റിസ്ക് ഇൻവോൾവ് ഇ പേയ്മെൻറ്റ്. ഇ പേയ്മെൻറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ കൊമേഴ്സ് ഫ്രോഡ് വരുന്നത്. ഫ്രോഡ് റേറ്റ്സ് റൈസിങ്, നമ്മൾ ഒരുപാട് ഫ്രോഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം എംഫസൈസിങ് ദ നീഡ് ഫോർ സെക്യൂർ പേയ്മെൻറ്റ് സിസ്റ്റം ടു പ്രൊട്ടക്ട് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. ഫ്രോഡ്, നമ്മളെന്തെങ്കിലും വൈറസ് കയറിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹാക്ക് ചെയ്ത് നമ്മളെ പണം തട്ടിയെടുക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അതിൽ നമ്മുടെ ഇൻഫർമേഷൻസൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പം അത് ഒരു വെല്ലുവിളിയാണ്. ഇ കൊമേഴ്സിൻ്റെ ഇ പേയ്മെൻറ്റിൽ വരുന്നൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഫ്രോഡാണ്, ഇ കൊമേഴ്സ് ഫ്രോഡാണ്. ഡാറ്റ ബ്രീച്ചസ്, ഇൻസെക്യൂർ പേയ്മെൻറ്റ് സിസ്റ്റം ക്യാൻ ലീഡ് ടു ഐഡൻറ്റിഫൈ തെഫ്റ്റ് ആൻഡ് അതർ. നമ്മൾ ഇൻസെക്യൂർ ആയിട്ടുള്ള പേയ്മെൻറ്റ് സിസ്റ്റം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ലീഡ് ടു ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആൻഡ് അതർ ഫോംസ് ഓഫ് ഫ്രോഡ്. അടുത്തെന്ന് പറയുന്നത് ഡാറ്റ ബ്രീച്ചസ് പറഞ്ഞു. ലാക്ക് ഓഫ് അനോണിമിറ്റി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ഡാറ്റ ഇഫ് ഓഫ്റ്റൻ സ്റ്റോർഡ് ഇൻ പേയ്മെൻറ്റ് ഡേറ്റാബേസ് വിച്ച് ക്യാൻ ബി കൺസേൺഡ് ഓഫ് പ്രൈവസി കൺകഷൻ യൂസർ. ഡാറ്റയിലുണ്ടാവുന്ന ചോർച്ചയാണ് ഡാറ്റാസ് നമ്മളിൽ നിന്ന്. അതുപോലെ ഇൻ്റർനെറ്റ് ഡിപ്പെൻഡൻസി, എ റിലയബിൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഈസ് ക്രൂഷ്യൽ. ഇൻറ്ററപ്ഷൻ ക്യാൻ പ്രിവെൻറ്റ് ട്രാൻസാക്ഷൻ കംപ്ലീഷൻസ്. ഇവിടെ പറയുന്നത് ഇൻ്റർനെറ്റ് ഡിപ്പെൻഡൻസി, നമ്മൾ ഇൻ്റർനെറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. റിലയബിൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഈസ് ക്രൂഷ്യൽ. നമുക്ക് വിശ്വസ്തമായൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ നമുക്ക് അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം നമ്മുടെ ഇതിനെ ഹാക്ക് ചെയ്യപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. നമുക്കിപ്പം വൈഫൈ ഒക്കെ ആരെങ്കിലും ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോണിലെ ഡാറ്റാസൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇൻ്റർനെറ്റ് ഡിപ്പെൻഡൻസി, ലാക്ക് ഓഫ് അനോണിമിറ്റി, ഡാറ്റ ബ്രീച്ചസ്, ഇ കൊമേഴ്സ് ഫ്രോഡ്. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ളത്.